നമസ്കാരം. കിളിയൂർ ജോസിന്റെ കൊലപാതകം സാത്താൻ സേവയെന്ന് പാരാസൈക്കോളജിസ്റ്റായ ഡോക്ടർ വി ജോർജ് മാത്യു ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സാത്താനെ പ്രീതിപ്പെടുത്താനാണ് ജോസിനെ കൊലപ്പെടുത്തിയത്. ജോസിന്റെ കൊലപാതകം നന്തങ്കോട് കൊലപാതകത്തോട് സാമ്യമുള്ളതാണ്. പ്രജിന്റെ മുറിയിൽ കണ്ടത് ബ്ലാക്ക് മാജിക്കിന്റെ വസ്തുതകൾ അല്ലെന്നും ജോർജ് മാത്യു പറയുന്നുണ്ട്. തിരുവനന്തപുരം നന്തങ്കോട് കേഡൽ ജെൻസൺ രാജ് എന്ന 30-കാരൻ മാതാപിതാക്കളെ അടക്കം 4 പേരെ സാത്താൻ ആരാധനയുടെ ഭാഗമായി കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയായിരുന്നു കേരളം കേട്ടിരുന്നത്. പലരും പലതരത്തിലും മൂടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ ആരാധനയെ പറ്റിയുള്ള കഥകൾ ഇപ്പോൾ കൂടുകൾ പൊട്ടിച്ച് പുറത്തു വരികയാണ്. കേട്ടറിവുകൾ വിശ്വസിക്കാമെങ്കിൽ ഒന്നുറപ്പിക്കാം, കേരളത്തിലും സാത്താൻ ആരാധന പിടിമുറുക്കുകയാണ്. അതിന് ഏറ്റവും അടുത്തു നിൽക്കുന്നത് വെള്ളറടയിലെ പിതാവിനെ മകൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക്കിന്റെ പ്രലോഭനത്തെ തുടർന്നാണെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ പുറത്ത് വന്നതോടുകൂടിയാണ്. തിരുവനന്തപുരം നന്തങ്കോട്ട് കേരൽ ജെൻസൺ രാജ് എന്ന 30-കാരൻ മാതാപിതാക്കളെ അടക്കം 4 പേരെ സാത്താൻ ആരാധനയുടെ ഭാഗമായി കൊലപ്പെടുത്തിയ വാർത്ത ഭയങ്കര ഞെട്ടലോടെയാണ് കേരളം. പലതരത്തിലും മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും ഇതൊക്കെ പുറത്തു വരികയാണ്. പുറത്തു വന്നു. അതെ, ഒരുപാട് സത്യങ്ങൾ പുറത്തു വരികയായിരുന്നു ശരിക്കും. അതെ, അത് അക്ഷരാർത്ഥത്തില് നടക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ ബൈബിളില് ശരിക്കും വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതില് ഈ മനുഷ്യരും മൃഗങ്ങളും എല്ലാം സംഖ്യകളാൽ അറിയപ്പെടുന്ന കാലത്തെ പറ്റി ശരിക്കും പറയുന്നുണ്ട്. ഒരു അന്ത്യകാലത്തെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ഇപ്പോൾ മനുഷ്യരെല്ലാം നമ്പറുകൾ കൊണ്ടാണ് ശരിക്കും ഇപ്പൊ അറിയപ്പെടുക, അല്ലെ? നമ്മള് ഇപ്പോ ആധാർ അല്ലെങ്കിൽ പാന്, അതും അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അങ്ങനെ നമ്മളിപ്പോ എവിടെ പോയാലും ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന രീതിയിൽ നമ്മുടെ ആധാർ നമ്പർ, പാൻ നമ്പർ അതൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ സാത്താന്റെ കാലം ആസന്നമായതിന്റെ ലക്ഷണമാണ് ഇത് എന്നാണ് ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കുന്നവര് പറയുന്നത്. ഈ കൊച്ചിയിലെ സാത്താൻ ആരാധനക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വളരെ നാളുകൾക്ക് മുമ്പ് രക്ഷിതാക്കള് ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്. അത് പക്ഷെ 1 വർഷത്തിനുള്ളിൽ തന്നെ ആ പെൺകുട്ടി വീണ്ടും ഈ എവിടെ നിന്ന് കൊണ്ടുവന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത്, അതായത് ഈ സാത്താൻ ആരാധകർ പറയുന്നത് ഇത് സാത്താന്റെ ശക്തിയാണ്. അതായത് ഒരിക്കലും ഉണർത്തി കഴിഞ്ഞാൽ ആ സാത്താൻ നമ്മളെ വിട്ടു പോകില്ല, കൂടെ കൂടും, അവൻ ഉള്ളിലുള്ളത് ഒരു വല്ലാത്ത ധൈര്യമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് അതായത് ശരിക്കും സാത്താൻ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് എങ്ങനെയാണോ അതിന്റെ നേർ ഓപ്പോസിറ്റ് ആയിരിക്കും സാത്താൻ സേവകർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിന്റെ ഒരു ആന്റി ക്രൈസ്റ്റ് ആ ഒരു രീതിക്കുള്ള ഒരു വർഷിപ്പാണ് ശരിക്കും സാത്താൻ സേവയിലൂടെ അവർ നടത്തുന്നത്. മാത്രമല്ല മറ്റൊരു സംഭവം, എറണാകുളത്ത് ഏതാനും വർഷം മുമ്പുണ്ടായ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണം. അതും അതിന്റെ പിന്നാലെ പോയവരും ചെന്നപ്പെട്ടത് ഈ സാത്താൻ സേവകരുടെ കയ്യിലായിരുന്നു. അധ്യാപിക തന്നെയായിരുന്നു പെൺകുട്ടിയെ സാത്താൻ ആരാധനക്കാരുടെ അടുത്തെത്തിച്ചത് എന്നതായിരുന്നു മറ്റ് നടക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടു എന്ന വെളിപ്പെടുത്തല്. ജൂനിയർ ഡോക്ടറെ സീനിയർ ഡോക്ടർ സാത്താനിലേക്ക് എത്തിച്ച കഥ, പ്രവാസി മലയാളിയുടെ ഭാര്യയെ ബാങ്ക് ജീവനക്കാരൻ സ്വാധീനിച്ച വാർത്ത, ഇതൊക്കെ ഈ സാത്താൻ വർഷിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട വാർത്തകളാണ്. മാത്രമല്ല ഈ ഡസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ച സാനിറ്ററി പാഡ് മോഷണം പോകുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്വന്തം അമ്മ തന്നെ പാഡ് മോഷ്ടിച്ച് സാത്താൻ ആരാധനയ്ക്കായി കൊണ്ടുപോകുന്ന കഥ അധ്യാപകരോട് വെളിപ്പെടുത്തിയ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയും കേരളം കണ്ടതാണ്. അതായത് ഈ സാത്താൻ സേവ ഈ കേരളത്തിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കും. നേരത്തെ അവിടെ ഇവിടങ്ങളായിട്ട് നമ്മൾ നടക്കുന്നതായി കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഇത്രയും പുരോഗമിച്ചിട്ട് പോലും വീണ്ടും ആ ഒരു സാത്താൻ സേവ പ്രബലമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു എന്താ വളരെ ഗൗരവകരമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തിന്മയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതെ, ഈ പള്ളികളിൽ നിന്ന് ഇടക്കാലത്ത് തിരുവോസ്തി മോഷണം പോകുന്നത് ശ്രദ്ധയപ്പെട്ട് നടത്തിയ കുറച്ച് അന്വേഷണത്തിലാണ് ഈ സാധാരണ ആരാധനയ്ക്കായിട്ട് ചിലർ കടത്തിക്കൊണ്ടുപോകുന്ന വിവരം കിട്ടി തുടങ്ങിയത്. പലതരത്തിൽ ഓസ്തി കടത്തിക്കൊണ്ടുപോയി സാധാരണ ആരാധകർക്ക് നൽകുമ്പോൾ വൻ പ്രതിഫലമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചില ധ്യാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാജ കൊന്തകൾ വിറ്റഴിക്കാൻ ശ്രമിച്ച വാർത്തകളും ഇടക്കാലത്ത്, അതായത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നിരുന്നത്. ഈ സാത്താന്റെ പ്രതീകമായ തല കീഴാക്കിയ കുരിശും പെന്റഗ്രാം, അതായത് നക്ഷത്ര ചിഹ്നം ഒക്കെയാണ് ഈ കൊന്തകളിൽ ഉണ്ടായിരുന്നത്. കാഴ്ചയിൽ കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താ പറയാ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന കുരിശാണെങ്കിൽ അവർക്ക് ആ കുരിശ് തലകീഴായിട്ടുള്ള കുരിശാണ് ഈ സാത്താൻ സേവകർക്ക്. അതെ, തീർച്ചയായും. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയിൽ നിന്ന് തിരുവോസ്തി മോഷണം പോകുന്ന സംഭവങ്ങൾ കേരളത്തിൽ അടിക്കടി ഉണ്ടായിരുന്നു. മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും പോകാത്തതിൽ ആരും കേസിന് പോയിരുന്നില്ല. അപ്പൊ ഈ സാത്താൻ സേവകർക്ക് പണം കൈപ്പറ്റിയോ അല്ലാതെയോ കൈമാറാനാണ് തിരുവോസ്തി മോഷ്ടിക്കുന്നതെന്ന് പള്ളി അധികൃതരും പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് രഹസ്യ വിവരം അവർ കൊടുക്കുകയായിരുന്നു. ഇതോടെയാണ് ഈ തിരുവോസ്തി കയ്യിൽ നൽകുന്നതിന് പകരം വൈദികർ വിശ്വാസികൾക്ക് നാവിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ഈ തിരുവോസ്തി സ്വീകരിക്കുന്നവർ ഇത് കഴിക്കുന്നുവെന്നും ഇതര മതസ്ഥർക്ക്
ഇത് നൽകരുതും എന്നൊക്കെ ഉറപ്പാക്കണമെന്ന് പള്ളികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കേരളത്തിൽ കൊച്ചിയാണ് സാത്താൻ സേവകരുടെ പ്രധാന താവളമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൊച്ചിയിലും പരിസരങ്ങളിലും ഇത്തരം 10-ലധികം കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം തന്നെ. ടൂറിസത്തിന്റെ മറവില് വിദേശികളുടെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ സാത്താനെ ആരാധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാത്താൻ സേവകരെ എങ്ങനെ തിരിച്ചറിയാം എന്നത് അല്ലെ ഒരു ചോദ്യം. എങ്ങനെ അവരെ മനസ്സിലാക്കാൻ പറ്റും? അത് എങ്ങനെയാണ് ശരിക്കും ഇവര് സാത്താൻ സേവകരാണ്, അല്ലെങ്കിൽ അവരുടെ രീതികൾ അത് എന്തൊക്കെയാണ് ശരിക്കും? അതായത് ഈ വില കൂടിയ കാറുകൾ നിരന്നു കിടന്നാൽ അവിടെ എവിടെയൊക്കെ സാത്താൻ ആരാധന നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് നാട്ടുകാർ നിരീക്ഷിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. അതെ, പണ്ട് 90കളുടെ അവസാനം കൊച്ചിയിലും പരിസരത്തും മാത്രം തങ്ങി നിന്നിരുന്ന സാത്താൻ ആരാധനയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തില് അങ്ങിങ്ങായിട്ട് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പ്രത്യേകതരം ടാറ്റു പതിപ്പിച്ച യുവാക്കൾ ഇതിന്റെ ഏജന്റുമാരായിരുന്നെങ്കിൽ ഇന്ന് ഇത്തരക്കാരെ യാതൊരു തരത്തിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ഒരു സിംബൽ ഒക്കെ അത്രമാത്രം രഹസ്യമായിട്ടാണ് ഇവര് നീക്കങ്ങൾ നടത്തുന്നത്. ഈ അർദ്ധരാത്രിയോടെയൊക്കെയാണ് ഈ സാത്താൻ ആരാധന ആരംഭിക്കുന്നത്. ഈ ആരാധന നടക്കുന്ന മുറിയുടെ ചുരു സാത്താന്റെ ചിത്രം പതിക്കുകയോ ചിത്രം വരച്ച കറുത്ത തുണി വലിച്ചു കെട്ടുകയോ ഒക്കെ ചെയ്യും. ഈ കറുത്ത തുണി വലിച്ചു കെട്ടുക മൂടി വലിയ മേശയായിരിക്കും അൾത്താര. ഈ കാറിന്റെ ഡിക്കിയിലൊക്കെ മടക്കി വെക്കാവുന്ന തരം കറുത്ത മേശകളൊക്കെ ഇന്ന് പ്രചാരത്തിലുണ്ട്. അപ്പൊ ഈ സാത്താൻ ബൈബിളാണ് ഇവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലെ വാചകങ്ങളൊക്കെ ഉച്ചത്തിൽ വായിക്കും. 9 നരകങ്ങളുടെയും അധിപന്മാരെ പേര് ചൊല്ലി വണങ്ങുകയൊക്കെ ചെയ്യും. ഈ ശരിക്കും അതായത് നമ്മൾ ബൈബിളില് വിശ്വസിക്കുന്നവർ എന്താണോ വിശ്വസിക്കുന്നത് അതിനൊക്കെ തീർത്തും ഓപ്പോസിറ്റ് ആളുടെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് അല്ലേ? അതെ, ഈ ദൈവത്തെക്കാൾ പ്രബലനും സകലതിനേക്കാളും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവരും സാത്താനാണ് എന്ന് ഈ സാത്താൻ സേവർ വിശ്വസിക്കുന്നുണ്ട്. ഇവര് ലൂസിഫറിനെയാണ് സാത്താൻ സഭ ആരാധിക്കുന്നത്. ഈ ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്ന മാലാഖയായ ലൂസിഫർ ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് യുദ്ധം ചെയ്തെന്നും പിന്നീട് ദൈവം ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത്. ശരിക്കും ലൂസിഫറിന്റെ കഥ എന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രകാരം ലൂസിഫറിന്റെ കഥ എന്ന് പറയുന്നത് ലൂസിഫർ ദൈവത്തിന്റെ വാദ്യ സംഘത്തിൽ, അതായത് ഒരുപാട് മാലാഖമാരുണ്ട്. അതിൽ ഈ സംഗീതത്തിന്റെ ഒരു അധിപനായിരുന്നു, തലവനായിരുന്നു ലൂസിഫർ. അപ്പോ ലൂസിഫർ ഭയങ്കര സംഗീതം അങ്ങനെയൊക്കെ. അപ്പോ ഒരിക്കൽ ലൂസിഫർ വിചാരിക്കുകയാണ് എനിക്ക് ദൈവത്തിനേക്കാളും വലുതാകണം, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിനേക്കാളും മുകളിലാകണം എന്നൊരു ചിന്ത ലൂസിഫറിന് വന്നു. ഇതോടെയാണ് ദൈവം ലൂസിഫറിനെ വെട്ടി ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ വെട്ടിയിട്ട് കളഞ്ഞു. അങ്ങനെ ലൂസിഫർ അതൊരു പൈശാചികൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ ശാപം വാങ്ങിയ ഒരു കഥാപാത്രമായിട്ട് മാറുകയായിരുന്നു. ശരിക്കും മേഘങ്ങളുടെ ഇടയിൽ ഞാൻ കൂടുവെക്കും, നക്ഷത്രങ്ങളുടെ ഇടയിൽ ഞാൻ പാക്കും, അങ്ങനെ ഞാൻ ദൈവത്തെക്കാൾ വലുതാകും. ദൈവത്തെക്കാൾ വലുതാകാൻ ആഗ്രഹിച്ച ഒരു കഥാപാത്രം, അയാള് തീർത്തും ഒരു പൈശാചികത അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിലേക്ക് പോയ ഒരു കഥയാണ് ശരിക്കും ലൂസിഫറിന്റെ കഥ. ഈ വിശ്വാസികള് വിശുദ്ധ വസ്തുക്കളായി കാണുന്നവയെ അല്ലെങ്കിൽ മാനിക്കുന്നവയെ അശുദ്ധമാക്കുകയാണ് ഇവരുടെ പ്രധാന ഒരു ചെയ്തി എന്ന് പറയുന്നത്. ഒന്നുകിൽ രക്തമിറ്റിച്ചോ മലമൂത്ര വിസർജനം നടത്തിയോ പള്ളികളിൽ നിന്നുള്ള തിരുവോസ്തി അശുദ്ധമാക്കിയാണ് ഇവര് ബ്ലാക്ക് മാസ് നടത്തിയിട്ടുള്ളത്. ഈ ബൈബിൾ നശിപ്പിക്കുക, മനുഷ്യന്റെ തലയോട്ട് വീഞ്ഞു കുടിക്കുക, അമിതമായിട്ട് പ്രകൃതി വിരുദ്ധ ലൈംഗികത തുടങ്ങിയവ ഇവരുടെ ആചാരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ കോട്ടയം കാഞ്ഞിക്കുഴി ഭാഗത്ത് ചില കേന്ദ്രങ്ങളിൽ രഹസ്യ ആരാധന ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഇടക്കാലത്ത് പുറത്തു വന്നിരുന്നു. വളരെ വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ത്യജിക്കുന്നതെന്ന് ഞെട്ടലോടെയാണ് ഈ കേരളം കാണുന്നത് തന്നെ. എങ്ങനെയാണ് ഇവരുടെയൊക്കെ മനോവ്യാപാരങ്ങൾ പോകുന്നതിൽ അത്ഭുതം തോന്നുന്നു. ജീവിതവും ചിന്തകളും മറ്റൊന്നിനു വേണ്ടി ത്യജിക്കേണ്ടതില്ലെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഏതാനും വർഷങ്ങളായിട്ട് സാത്താൻ സേവ കൊച്ചിയിലും തിരുവനന്തപുരം, കോഴിക്കോട്, പിന്നെ കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് വർദ്ധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. അത് പ്രധാനമായിട്ടും ഈ നന്തങ്കോട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. ഏറ്റവും ഒടുവിലാണ് നമ്മുടെ വെള്ളറട കൊലപാതകം. ബ്ലാക്ക് മാജിക് ആണ് ഇതിന്റെ പ്രേരണ എന്ന് സംശയിക്കപ്പെടുന്നത്. സംശയം എന്നതിന് ഉപരി അതിന് പറ്റിയ തെളിവ്, ലൈക്ക് ഇപ്പോ ഒരു കറുത്ത വസ്ത്രധാരി കല്ലറക്കരിയിൽ വരുന്നു, വീട്ടിൽ വരുന്നു, അപ്പൊ അതൊക്കെ ശരിക്കും അതാണ് എന്ന തരത്തിലുള്ള ഒരു സൂചനകളാണ്. അവരവർക്ക് ശരിയെന്ന് തോന്നുന്ന വിശ്വാസത്തിന് പുറകെ പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഈ സാത്താൻ ആരാധനക്കാർ ചോദിക്കുന്നുണ്ട്. അവർ എങ്ങനെ ആയിരിക്കും ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ്. ശരിക്കും തിന്മ എപ്പോഴും തിന്മ തന്നെയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും
തിന്മ തന്നെയാണ് അല്ലെ? അതെ, ഈ സാത്താൻ ആരാധനയിൽ ഏർപ്പെടുന്നവരുടെ ഈ ജീവിത വിജയം ചൂണ്ടിക്കാണിച്ചാണ് ഇവരിത് അതിവിദഗ്ധമായിട്ട് ഇവരെ ഇതിലേക്ക് വലിച്ചെഴുതുന്നത്. ഈ ചെറുപ്പക്കാരെയാണ് ഏജന്റുമാർ കൂടുതലും വീഴ്ത്തുന്നത്. സാത്താൻ ആരാധന നടത്തുന്നവരുടെ സംഘത്തിലേക്ക് ഇവരാരും സ്വമേധ ചെല്ലാറില്ല. അതായത് ഈ 4-5 പേര് ഒപ്പം കൂടി ഇവരെ മനസ്സിലിരിപ്പ് പഠിച്ചെടുക്കും. അപ്പോ മകൻ ബൈക്ക് അപകടത്തിൽ മരിച്ചതിന്റെ പേര് ദൈവത്തെ ചീത്ത പറഞ്ഞു നടന്ന ഒരു വീട്ടമ്മയും പ്രണയിച്ചു കിട്ടിയ ഭർത്താവ് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുന്നതിനെ തുടർന്ന് ദൈവവിശ്വാസം നഷ്ടപ്പെട്ട യുവതിയും സാത്താൻ ആരാധകരുടെ നോട്ടപ്പുള്ളികളായതൊക്കെ ഇങ്ങനെയായിരുന്നു. അതായത് കൂട്ടത്തിൽ കൂട്ടാമെന്ന് പൂർണ്ണമായും ബോധ്യം വന്നാൽ മാത്രമേ ഇവർ ക്ഷണിക്കത്തുള്ളൂ. ഒരിക്കൽ ചെന്നുവിട്ടാൽ പിന്നെ വിടാതെ ഇവർ കൂടെ നിർത്താനുള്ള വഴികളൊക്കെ ഇവർക്ക് അറിയാം, ആകർഷിച്ച് നിർത്തും. അതെ, ആരാധനയുടെ ഭാഗമായിട്ട് ഇവർ നൽകുന്ന ലഹരി മരുന്ന് കലർത്തിയ വീഞ്ഞാണ് ഇവര് മനസ്സ് മരുന്നുകൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. പിന്നെ വിലക്കുകളില്ലാത്ത അരാജക ജീവിതത്തിൽ ഇവരുടെ ലഹരിയും കൂടിയാകുമ്പോൾ ദൈവത്തിനേക്കാൾ സന്തോഷം തരുന്നത് സാത്താനാണെന്ന് ഇവര് വിശ്വസിച്ച് പോകും. ഞാൻ പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഇവരെ സാത്താനിക ആരാധന പല രീതിയിലുണ്ട്. അതില് ഞാൻ പണ്ട് എവിടെയോ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. നഗ്നയായ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അവര് കിടത്തിയിട്ട് അതിന് ചുറ്റും കുറെ പേര് നൃത്തം ചെയ്യും, പിന്നെ ആർത്തവ രക്തം എന്തോ എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ഒരു ഫുൾ നെഗറ്റിവിറ്റി രീതിയിലാണ് അവരുടെ ഒരു വർഷിപ്പ് ഒക്കെ നടക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സംഭവം അത് തടയപ്പെടും. കാരണം അവര് അതൊരു വിശ്വാസം, ഒരു സാത്താനിക് വിശ്വാസം എന്ന് പറയുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവാത്ത വിശ്വാസമാണ്. ഒരു മനുഷ്യന് ദോഷം ചെയ്യുന്ന എന്ത് തന്നെയായാലും, അത് ഏത് വിശ്വാസമായാലും അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. ശരിക്കും ഈ സാത്താനിക് ഇപ്പൊ വെള്ളരുടെ പോട്ടെ കേണലിന്റെ തന്നെ ആ കേതലിന്റെ സംഭവം തന്നെ എടുത്താൽ തന്നെ അത് ആ സംഭവത്തിൽ തന്നെ ഫുൾ സാത്താനിക്കിന്റെ നെഗറ്റീവ് വശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ പോലീസിനൊന്നും ഇതിനെ ഇടപെട്ട് ഒരു തടയുക അതിനൊന്നും കഴിയില്ല അല്ലെ? അല്ല, അങ്ങനെ ഇത് ദൈവവിശ്വാസം ആരാധന പൗരന്റെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതിനാൽ പോലീസിന് ചെയ്യാൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് തിന്മയെ പ്രാർത്ഥിക്കുന്നവർ. അപ്പോ എളുപ്പ വഴിയുടെ വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ ആവും ഇതിന്റെ പിന്നിൽ പോകുന്നത്. ഈ ഒരു വെള്ളറയുടെ സംഭവത്തില് ശരിക്കും അത് സാത്താനിക് വർഷിപ്പ് ആണ് എന്ന് അതിന്റെ കൂടുതൽ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു അന്ത്യം കുറിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അല്ലെ? ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ഇതല്ലേ, ആൾക്കാരെ കൊന്ന് ആൾക്കാരെ ദ്രോഹിച്ച് ആൾക്കാരെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇത് വേണ്ട അല്ലെ? ഈ സമൂഹത്തിന് അത് ആവശ്യമില്ല. അപ്പൊ അത് തടയപ്പെടണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ മനുഷ്യർക്ക് ദോഷം വരുന്ന രീതിയിൽ എന്ത് സിസ്റ്റം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. അതെ, ഈ പ്രജിലിന്റെ സംഭവമായിട്ട് കൂട്ടിച്ചേർത്ത് നോക്കുകയാണെങ്കിൽ പ്രജില് MBBS പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. കാരണം ഈ കോവിഡ് ടൈം ആയപ്പോഴേക്കും അതൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വീട്ടുകാര് പൈസ ഏജന്റിന് കൊടുത്തിരുന്നെങ്കിലും ഏജന്റ് ചതിച്ചതാണ്. പക്ഷെ പ്രജില് വിശ്വസിച്ചിരുന്നത് അച്ഛൻ ചതിച്ചു. അപ്പൊ അതില് സ്വാഭാവികമായും ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. ഈ ഒറ്റപ്പെടൽ പിന്നെ അയാൾക്ക് ദേഷ്യമായി. പിന്നെ അത് മാതാപിതാക്കളോട് പ്രകടിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷമാണ് ഈ പെന്തക്കോസ്ത് സഭയില് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമകളെയൊക്കെ അവർ അംഗീകരിക്കുന്നില്ലല്ലോ, ഉണ്ടോ? അപ്പോ പെന്തക്കോസ്തുകാർക്ക് ഞങ്ങള് ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട്, അംഗീകരിക്കില്ല. അതെ, ഈ കുരിശിനെയൊക്കെ ആരാധിക്കാറുണ്ട്. ഞങ്ങൾക്ക് പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ കുരിശ് ആരാധന ഇല്ല. കുരിശ് ഒരു പ്രതീകമായിട്ട് ഞങ്ങൾ പക്ഷേ ആരാധിക്കാറില്ല. അതെ, പക്ഷെ ഈ പ്രജിലിന്റെ മുറിയിൽ നിന്ന് കുരിശ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആ കുരിശ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സാധാരണ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു കുരിശായിരുന്നില്ല. ആ കുരിശിന്റെ തലകീഴായിട്ടുള്ള ഒരു ഭാഗത്ത് റൗണ്ട് ഷേപ്പില് ഒരു മണ്ണ് പോലെ ഒരു സംഭവം അതിനകത്തുണ്ടായിരുന്നു. ഈ ജെറുസലേമിൽ നിന്നുള്ള കുരിശി എന്ന് പറയുന്നുണ്ടെങ്കിലും അതാണോ അതല്ല ഈ പറഞ്ഞാലൊക്കെ ഈ സാത്താന്റെ ആരാധനയിൽ വീഴ്ത്താനുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു കുരിശാണോ എന്നുള്ളത് ഒക്കെ വഴിയെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് മാത്രമല്ല, ഈ പ്രജലിന്റെ സഹോദരി ഒരു കറുത്ത വസ്ത്രധാരിയെ കണ്ടിരുന്നു. അപ്പോ ആ കറുത്ത വസ്ത്രധാരി വീട്ടിലെത്തുന്നു. പിന്നെ അതുപോയിട്ട് ഈ ജോസിന്റെ കല്ലറയിൽ സംസ്കാര ദിവസം ഒരു യുവതി കറുത്ത വസ്ത്രം അണിഞ്ഞു വരുന്നു. അപ്പോൾ ഇതൊക്കെ ആ ഭാഗത്ത് ഈ സാത്താൻ സേവയുടെ പിടിമുറുക്കുന്നു, അല്ലെങ്കിൽ ഇത്തരക്കാർ അവിടെ ഉണ്ട് എന്നതിന്റെ സിമ്പിളായിട്ട് അവര് തന്നെ രംഗത്ത് വരുന്നതാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രജില് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും അത് അത്തരത്തിലൊരു നെഗറ്റിവിറ്റി നിറഞ്ഞ്, അതായത് മുറിക്കാത്തനം താമസിക്കുന്നു, പുറത്തോട്ട് ഇറങ്ങില്ല, പിന്നെ മുറിക്കകത്ത് നിന്ന് എന്തോ നൃത്തം കളിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സംഭവം. പിന്നെ ആ കണ്ടെത്തിയ ചിത്രങ്ങള്, അവൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരു പ്രേതത്തിന്റെ സ്വരം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഒരു നെഗറ്റിവിറ്റിയും ഫുൾ ഒരു സാത്താനിക്
പരമായിട്ടുള്ളൊരു ഒരു ഒരു രീതിയിലാണ് ആ പുള്ളി ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ സാത്താൻ സേവ അല്ലെങ്കിൽ അവൻ സാത്താൻ സേവയിൽ പെട്ടിട്ടുണ്ടാകാം എന്ന സംശയം പ്രബലപ്പെടുന്ന രീതിയിലുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ ബന്ധങ്ങൾ, അതായത് കൊച്ചിയിൽ തന്നെയാണ് ഈ സാത്താൻ സേവ ഏറ്റവും കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ കൊച്ചിയിലെ ബന്ധങ്ങളിൽ നിന്ന് സിനിമാ മേഖലയിലേക്ക് പോകുന്നു. സിനിമാ മേഖലയിലും ഇതുണ്ട്, അറിയാലോ. അപ്പോൾ സിനിമാ മേഖലയുമായിട്ട് കടന്നു ചെല്ലുന്നു, അവിടെ പിടിമുറുക്കിയ ഈ സാത്താനിക് ബന്ധങ്ങളിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. ഈ അച്ഛനെ ആ ചില കുറിപ്പുകളിലൊക്കെ നമ്മൾ കണ്ടല്ലോ, കഴുത്തറുത്ത് അത് കഴുത്തിൽ അണിയുന്നു. അപ്പൊ ഈ സുഷമ വെട്ടേറ്റ് കിടക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഇവ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. കഴുത്തറുത്തു, കഴുത്തിന് പിടിച്ചിരിപ്പുണ്ട്. ആ സമയത്ത് പോലും ഇദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. ആ ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആർക്കും പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. അപ്പൊ അത്രത്തോളം ആ രക്തം കണ്ടാൽ പോലും പതറാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞായിരുന്നു ആ സമയത്ത്. അതെ, തീർച്ചയായിട്ടും ആ മുറിക്കുള്ളിൽ നിന്ന് പോലും പലതരത്തിലുള്ള സ്വന്തമായിട്ട് വെൽഡ് ചെയ്തെടുത്ത കത്തി, വാള്, പിന്നെ വവ്വാലിന്റേത് പോലെ തോന്നിക്കുന്ന സ്റ്റിക്ക്, മോതിരം, അമ്മ പറയുന്നുണ്ട് ഒരു പ്രത്യേകതരം മാല അണിഞ്ഞൊക്കെയാണ് ഇവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. ഇതൊക്കെ ഈ സാത്താൻ സേവയുടെ സിമ്പിൾസ് ആണ് പലതും. ഈ കൊന്തയിൽ പോലും ക്രിസ്ത്യാനികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള സിമ്പലുകളും ഈ സാത്താൻ സേവക്കാര് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനേറെ പറഞ്ഞ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൽ പോലും സാത്താൻ സേവയുടെ സിമ്പൽ ഉണ്ട്. അത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിൽ പല വിധത്തിലുള്ള സാത്താൻ സേവ പ്രബലപ്പെടുന്നു തെളിയിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലെത്തുക ഇത് കുറച്ചുകൂടി അന്വേഷണത്തിൽ ഇനി ഇവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ സാത്താൻ സേവ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നമ്മളെ വീട്ടിലെ പിള്ളേരൊക്കെ പലപ്പോഴും അതിൽ വഴുതി വീഴുന്നു, അല്ലെങ്കിൽ അവരെ കുടുക്കുന്നു, അതിലേക്ക് അവര് കുടുങ്ങി പോകുന്നു എന്നത് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രജിലിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പെന്തക്കോസ്ത് ലൈക്ക് ബൈബിൾ വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനകത്തുള്ള ഒരു തലമുറയാണ് ഇത്തരത്തിൽ സാത്താൻ സേവ എന്ന രീതിയിലേക്ക് വഴിതെറ്റിച്ച് അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയത്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് കുടുങ്ങിപ്പോയത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബൈബിൾ ആരാധിക്കുന്ന വീട്ടിലെ ഒരു കുട്ടിയെ സാത്താൻ സേവക്കാര് അല്ലെങ്കിൽ സാത്താൻ സേവയിലേക്ക് ആ കുട്ടി തിരിഞ്ഞു എന്നത് തീർത്തും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഇതില് വരും മണിക്കൂറുകളിൽ പലതും പുറത്തു വരാനിരിപ്പുണ്ട്. ഇനിയിപ്പോ ആ ഫോൺ പരിശോധിച്ചാൽ മാത്രമേ ഇത് സാത്താൻ സേവയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം പല തെളിവുകളും ഉണ്ട് എങ്കിലും ഇതിന് പുറത്തുനിന്നുള്ള ഒരാളുടെ പ്രേരണ ഉണ്ടോ എന്നതുകൂടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.